നവകേരള സദസ്സിനെതിരായ ഒരു ഭീഷണിയും വിലപ്പോകില്ലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. അടിക്കാനിറങ്ങുന്നവർ തിരിച്ചടിയും പ്രതീക്ഷിക്കണം. കോൺഗ്രസും ബിജെപിയും വിരളി പിടിച്ച നിലയിലാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണസംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന പരസ്യപ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കുകയാണ് കോൺഗ്രസുകാർ. കേരളത്തിൽ കലാപമുണ്ടാക്കി സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. അക്രമമാണ് പരിപാടിയെന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ പലതും സഹിക്കേണ്ടി വരുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അങ്ങോട്ടിങ്ങോട്ടില്ലേ, അതായത് തല്ലുക എന്ന് പറയുമ്പോൾ ഒരാളൊക്കെ തരൂല്ലോ. തല്ലലാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഒരു പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തല്ലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അപ്പുറവും ഇപ്പുറവും സഹിച്ചോളൂ എന്നുള്ളത് പറയുന്ന കാര്യം അതിൻ്റെ കൂടപ്പുറപ്പാണ്. അതായത് തല്ലി തോപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അടിയും തടയുമാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ചോദിക്കണം എവിടം വരെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് വി ഡി സതീശനോട് ചോദിച്ചാലേ മനസ്സിലാവും. അമ്മാതിരി ഭീഷണി ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനത്തെ ഒരു ഭീഷണിയും കേരളത്തിലെ നവകേരള സദസ്സിനില്ല. അതുകൊണ്ട് ഇവിടെ എന്തോ അട്ടിമറിച്ചുകളി എന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അവിടെ മനസ്സിലല്ലാണ്ട് അത് അവിടെയാണ്, വേറെ അടി നടക്കില്ല. ഗവർണർ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കുകയാണ്. സർവകലാശാല ബില്ല് രാഷ്ട്രപതിക്ക് അയച്ച് ഗവർണർ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ VC നിയമനം നടത്താൻ ശ്രമിക്കുന്നു. ഇത് രാഷ്ട്രപതിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കെ സുരേന്ദ്രന്റെ പിരിച്ചുവിടൽ ഭീഷണി ആരും വിലവെക്കേണ്ടതില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഗവർണർ ഒപ്പിടുന്നില്ല എന്നുള്ള പ്രശ്നം കോടതിയുടെ മുമ്പിൽ വന്നു. കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഗവർണർ അത് പ്രസിഡന്റിന് അയച്ചു, രാഷ്ട്രപതിക്ക് അയച്ചു. അങ്ങനെ അയച്ച ഒരു ബില്ലിൻ്റെ വ്യവസ്ഥക്ക് അകത്തു നിന്നല്ലാതെ പഴയ അധികാരം ചാൻസലർക്ക് നൽകിയ പശ്ചാത്തലം വെച്ച് ഇപ്പോഴും അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതാണ് ചൂണ്ടിക്കാണിച്ചത്. MP-മാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 26-ന് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.